സ്റ്റുഡൻസ്, ഹിസ്റ്റോമൈൻ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ക്ലാസ് 9 എസ്.എസ്.ലെ 3rd ചാപ്റ്ററാണ്, ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും, അതായത് ലാൻഡ് ഗ്രാൻറ്റ്സ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഭൂമിദാനം എന്ന് പറഞ്ഞത്. എന്താണ് ഭൂമിദാനം? ഈ ഒരു സമയത്ത് രാജാക്കന്മാർ അവരുടെ കൈവശമുള്ള കുറച്ച് ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്ക് നൽകും. ഇതിനെയാണ് ഭൂമിദാനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ മൗര്യൻ രാജവംശത്തിൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രാജവംശത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിരവധി രാജവംശങ്ങൾ എന്ത് ചെയ്തു? അധികാരത്തിൽ വന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ഭൂപടത്തിൽ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന രാജവംശങ്ങളാണ്. ആരൊക്കെയായിരുന്നു? കുഷാന്മാർ, ഗുപ്തന്മാർ, ശാകന്മാർ, വഘാടകന്മാർ, ശതവാഹന്മാർ, ചോളന്മാർ, ചേരർ ആൻഡ് പാണ്ഡ്യന്മാർ. ഇതായിരുന്നു ഇന്ത്യയിൽ വടക്ക് തെക്ക് സ്ഥലങ്ങളിലായിട്ട് എന്താണ് ആ സമയത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങൾ. ഇവിടെ കൊടുത്തിട്ടുള്ളത് വഘാടക രാജാവായിരുന്ന വിദ്യശക്തി രണ്ടാമൻ പുറപ്പെടുവിച്ച ഉത്തരവാണ്. ഇപ്പം ഇതിൽ പറയുന്നതും എന്തിനെ കുറിച്ചാണ്? ബ്രാഹ്മണർക്ക് ഭൂമി ദാനം ചെയ്യുന്നതിന് പറ്റിയായിരുന്നു. ഈ ഒരു ഭൂമിദാനം അല്ലെങ്കിൽ ലാൻഡ് ഗ്രാൻറ്റ്സിന് തുടക്കം കുറിച്ചത് ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ശതവാഹനൻ രാജാക്കന്മാരായിരുന്നു. കാരണം അവർക്ക് അന്ന് സാമൂഹിക ഘടനയിൽ മുന്നിൽ നിന്ന് ബ്രാഹ്മണന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഭൂമിദാനം എന്ത് ചെയ്ത് അവർ ആരംഭിച്ചത്. CE 4ാം നൂറ്റാണ്ടോടു കൂടി പാടലിപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്തൻ രാജാക്കന്മാർ എന്ത് ചെയ്തു? ഗുപ്തൻ രാജാക്കന്മാരും ഈ ഒരു സമ്പ്രദായം എന്ത് ചെയ്തു? പിന്നീട് പിന്തുടർന്നു. പക്ഷേ ഇവർ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഭൂമിദാനത്തിലെ ദാനം ചെയ്യുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ശതവാഹനന്മാർ ചെയ്യുന്നത് ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രം നൽകുന്നത്. ഈ ബ്രാഹ്മണന്മാർക്ക് ആ ഭൂമിയിൽ ഉണ്ടാകുന്ന വിഭവങ്ങൾക്ക് മേൽ മാത്രം എന്ത് ചെയ്തു? അവകാശം നൽകിയപ്പോൾ ഗുപ്തന്മാർ എന്ത് ചെയ്തു? ഭൂമിയിൽ വിളയുന്ന വിഭവങ്ങളോടൊപ്പം എന്താണ് അവിടെ വസിക്കുന്ന, ഭൂമിയിൽ ആ പ്രദേശത്ത് വസിക്കുന്ന ജനങ്ങളുടെ മേലും എന്ത് ചെയ്തു? ഈ ബ്രാഹ്മണർക്ക് എന്ത് ചെയ്തു? അധികാരം നൽകി. ഇതാണ് ഭൂമിദാനത്തിലെ വ്യത്യാസം. ശതവാഹനന്മാരും ഗുപ്തന്മാരും എന്താണ് ഭൂമിദാനത്തിലും എന്ത് ചെയ്തു? ചില വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു. ഗുപ്ത രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു ശ്രീഗുപ്തൻ. മറ്റു പ്രധാന രാജാക്കന്മാരായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ. അടുത്ത ടോപ്പിക്ക്, ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാനത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? ദാനം ചെയ്യപ്പെട്ട ഭൂമി രാജാവിൻ്റെ സ്വാധീനം എന്ത് ചെയ്തു? കുറഞ്ഞു. ആർക്കാണോ ദാനം ചെയ്തത്, ആർക്കാണോ ഭൂമി കിട്ടിയത്, ആ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരം ഭൂ ഉടമസ്ഥതയ്ക്കോടൊപ്പം എന്ത് ചെയ്തു? കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥത മാത്രമല്ല, കൂടാതെ അവിടുത്തെ നികുതി പിരിക്കാനും അവിടെയുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്തു? അധികാരം ലഭിച്ചു. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശം ഭൂമി ദാനമായി കിട്ടിയവർക്ക് ലഭിച്ചു. അതായത് ബ്രാഹ്മണർക്കല്ലേ ഭൂമി കിട്ടിയത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർക്കും അവരെന്ത് ചെയ്തു? ഭൂമി ദാനമായി നൽകാൻ തുടങ്ങി. ക്രമേണ രാജാവും പ്രഭുക്കളും എന്ത് ചെയ്തു? തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് പ്രതിഫലം പണമായി നൽകാതെ എന്ത് ചെയ്തു? ഭൂമി ദാനത്തിന്റെ രൂപത്തിൽ നൽകി തുടങ്ങി. രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണന്മാർക്കാണെങ്കിൽ ക്രമേണ എന്ത് ചെയ്തു? മറ്റു വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്തു? ഭൂമി ദാനം ലഭിച്ചു തുടങ്ങി. അപ്പോൾ ഇവരാരൊക്കെ, രാജാവിനും പ്രഭുക്കൾക്കും ആരൊക്കെ എന്താണ് തൃപ്തിപ്പെടുത്തുന്നോ അല്ലെങ്കിൽ എന്താ സേവനങ്ങൾ ചെയ്യുന്നത്, പകരമായിട്ട് എന്ത് ചെയ്തു? ഭൂമി ദാനം ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇങ്ങനെ ഭൂമിദാനം വ്യാപകമായതോടെ സമൂഹത്തിൽ വലിയ സമ്പത്തും സ്വാധീനശേഷിയുമുള്ള ഭൂ ഉടമകളുടെ ഒരു വിഭാഗം എന്ത് ചെയ്തു? ഉയർന്നു വന്നു. ഭൂമിയിൽ പണിയെടുക്കും. അപ്പോൾ ഈ ഒരു ഭൂമിയിൽ എന്താണ് ഈ ഉടമകളുടെ കീഴിൽ പണിയെടുക്കുന്ന അടിയാളർ അവകാശങ്ങൾ ഇല്ലാത്തവരും ഭൂ ഉടമകളുടെ വെറും ആശ്രിതരായി എന്ത് ചെയ്തു? തീർന്നു. ഈ വ്യവസ്ഥിതിയിൽ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. അതായത് അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തിരുന്നു. അവരെന്ത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ? തൻ്റെ ആ ഭൂമിയുടെ ഉടമ ആരാണ്, അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുക മാത്രമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യമെന്ന് പറയുന്നത്. അവർക്കായിട്ട് ഒരു സ്ഥാനം അവിടെ അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും. ഇങ്ങനെ കുറേ പേർക്ക് ഭൂമി ലഭിച്ചപ്പോൾ പുതിയ ഒരു വിഭാഗം ഉയർന്നു വന്ന് ഭൂ ഉടമകൾ. അപ്പോൾ ഈ ഉടമകളുടെ കീഴിൽ
ഒരുപാട് കർഷകരും തൊഴിലാളികളും എന്ത് ചെയ്തു, ജോലി ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന ആ കർഷകർക്കോ അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ആ ഒരു മണ്ണിൽ എന്ത് ചെയ്തു, ഈ ഭൂ ഉടമകളുടെ അധികാരത്തിന് കീഴിൽ ജീവിക്കേണ്ടതായിട്ട് വന്നു. ഒരു മണ്ണിൽ തന്നെ ജനിച്ച് ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. അവരുടെ പ്രധാനപ്പെട്ട ജോലി ഉടമകൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, കഷ്ടപ്പെടുക. അല്ലെങ്കിൽ കൂടാതെ നികുതി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി ഭൂ ഉടമകൾക്ക് വേണ്ടി സൗജന്യ സേവനങ്ങൾ നൽകേണ്ടി വന്നു. ഈ ഒരു വ്യവസ്ഥയാണ് ഇന്ത്യൻ ഫ്യൂഡലിസം, അതായത് സാമന്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇക്കാലത്ത് കാർഷിക രംഗത്ത് പുരോഗതി എന്ത് ചെയ്തു, പ്രകടമായിരുന്നു. കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? കൃഷിക്ക് ഉപയോഗിക്കപ്പെടാതെ കിടന്ന പ്രദേശങ്ങൾ പോലും എന്ത് ചെയ്തു, കൃഷിക്ക് ഉപയുക്തമാക്കി. പുതിയ സാമൂഹ്യ വ്യവസ്ഥ എന്ത് ചെയ്തു, കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു. കൃഷിയുടെ സാങ്കേതിക വിദ്യയും കാലാവസ്ഥയെ സംബന്ധിച്ച് ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അറിവും എന്ത് ചെയ്തു, കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ചു. വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ മറ്റൊരു കാരണമായിരുന്നു. ഇനി ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ജലസേചന മാർഗങ്ങൾ: കനാലുകൾ, കിണറ്റിൽ നിന്ന് ഉയർത്തുന്ന ജലം ചാലുകളിലൂടെ എവിടേക്ക് എത്തിച്ചു, കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചു. കുളം, ജലസംഭരണി, മഴവെള്ളം ശേഖരിച്ചു വെച്ച് കൃഷിക്ക് ഉപയോഗിച്ചു. ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചു. ഉത്തരേന്ത്യയിൽ കുളങ്ങളും എന്ത് ചെയ്തു, നിർമ്മിച്ചു. ഘടിയന്ത്രം: ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച കുടങ്ങൾ ചക്രം കറങ്ങുമ്പോൾ വെള്ളം ഉയർത്തി എന്ത് ചെയ്യുന്നു, പാടത്തേക്ക് ഒഴുകുന്നു. മഴവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്. അണക്കെട്ടുകൾ: ഗുജറാത്തിലെ സുദർശന തടാകം എന്ത് ചെയ്തു, സ്കന്ദഗുപ്തൻ പുതുക്കി പണിതു. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഗുപ്ത കാലഘട്ടത്തിലെ ജലസേചന മാർഗങ്ങൾ. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഘടിയന്ത്രത്തിന്റെ ചിത്രമാണ്. ഭൂമിദാനത്തിന്റെ ഫലമായി ഉണ്ടായ കൃഷിയുടെ വ്യാപനം കാർഷികേതര പ്രവർത്തനങ്ങളുടെ വികസനത്തിലേക്ക് എന്ത് ചെയ്തു, നയിച്ചു. കൃഷിക്ക് പുറമെയുള്ള വികസനങ്ങളിലേക്ക് നയിച്ചു. വിവിധ തരം കൈത്തൊഴിലുകൾ ജനങ്ങൾ എന്ത് ചെയ്തു, ജീവിത മാർഗമായി സ്വീകരിച്ചു. പുരാവസ്തുക്കളിൽ നിന്നും സാഹിത്യ കൃതികളിൽ നിന്നും ഇക്കാലത്തെ കൈത്തൊഴിലുകളെ കുറിച്ച് എന്ത് ചെയ്തു, നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. കണ്ടെത്തിയ പുരാവസ്തുക്കൾ, കൈത്തൊഴിലുകൾ. ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടെത്തിയ പുരാവസ്തുക്കൾ, പിന്നെ കൈത്തൊഴിലുകൾ. മൺപാത്രങ്ങൾ, അത് ഏത് കൈത്തൊഴിലായിരുന്നു? മൺപാത്ര നിർമ്മാണം. പിന്നെ വരുന്നത് സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള കല്ല് എന്നിവയിൽ തീർത്ത ആഭരണങ്ങൾ, ആഭരണ നിർമ്മാണം. പിന്നെ അടുത്തുള്ളത് മുത്തുകളാണ്, മുത്തു നിർമ്മാണം. ഗ്ലാസ് ഒബ്ജക്ട്സ്, അതായത് ചില്ല് കൊണ്ടുള്ള വസ്തുക്കൾ, അത് ഏത് കൈത്തൊഴിലാണ് വരുന്നത്? ചില്ലു നിർമ്മാണം അഥവാ ഗ്ലാസ് നിർമ്മാണം. പിന്നെ വരുന്നത് പട്ട്, പരുത്തി വസ്തുക്കൾ, നെയ്ത്ത്, തുണിതര നിർമ്മാണം. പിന്നെ ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ, അതായത് ആനക്കൊമ്പ് ശില്പ നിർമ്മാണം. വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവർ അവരുടെ ഒരു കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഈ കൂട്ടായ്മയെ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്ന് അറിയപ്പെട്ടു. കൂടാതെ ഭരണകൂടം എന്ത് ചെയ്തു, ശ്രേണികൾക്ക് അംഗീകാരം നൽകി. പിന്നെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ നിയമങ്ങൾ ഈ ശ്രേണികളിലെ അംഗങ്ങൾ എന്ത് ചെയ്യണം, അനുസരിക്കണം. ഇനി എന്താണ് ശ്രേണികൾ അഥവാ ഗിൽഡുകൾ? കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനയായിരുന്നു ശ്രേണികൾ എന്ന് പറയുന്നത്. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കുക എന്നിവയായിരുന്നു ഇവയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. ഗുപ്ത കാലഘട്ടത്തിൽ ആഭ്യന്തര വ്യാപാരവും വാണിജ്യവും വിദേശ വ്യാപാരവും ഒരുപോലെ ഇമ്പോർട്ടൻസ് നൽകിയ ഒരു കാലഘട്ടമായിരുന്നു. കൃഷിക്ക് പുറമെ വിവിധ കൈത്തൊഴിലുകളും കരകൗശല നിർമ്മാണവും നിലനിന്നിരുന്നതായിട്ട് ഈ ഒരു പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിന്റെ മുഖ്യ ഇനങ്ങളായിരുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായിരുന്നു വസ്ത്രങ്ങൾ എന്ന് പറയുന്ന വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ വൻതോതിൽ നിർമ്മിച്ചിരുന്നു. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണപൂർവേഷ്യ, റോം എന്നിവിടങ്ങളുമായി ഗുപ്തന്മാർക്ക് വിദേശ വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ വ്യാപാര പാതകൾ വികസിച്ചു വന്നു. കൂടാതെ മികച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി, ചെമ്പ് നാണയങ്ങളും പുറത്തിറക്കി ഈ ഒരു കാലഘട്ടത്തിൽ വന്നു. നഗരശ്രേഷ്ഠി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരെയാണ്. ഇവർക്ക് ഭരണത്തിലും കൂടാതെ ഈ ഒരു വാണിജ്യ മേഖലയും പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടായിരുന്നു. നഗരശ്രേഷ്ഠി പോലെ തന്നെ മറ്റൊരു കൂട്ടരായിരുന്നു സാർത്തവാഹ എന്ന് പറയുന്നത്. വൈശാലി, പാടലിപുത്രം, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര മുതലായവയും പ്രധാനപ്പെട്ട വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങളായിരുന്നു.
ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നാണയങ്ങളാണ്. 6-ാം നൂറ്റാണ്ടോടുകൂടി റോമൻ സാമ്രാജ്യം പൂർണ്ണമായിട്ട് തകരുകയും ചൈനക്കാരിൽ നിന്ന് പാശ്ചാത്യർ എന്ത് ചെയ്തു, നേരിട്ട് പട്ടുനിർമ്മാണ വിദ്യ പഠിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ എന്ത് ചെയ്തു, വലിയ മാന്ദ്യം സംഭവിച്ച് ഇത് ആഭ്യന്തര വാണിജ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു. കൈത്തൊഴിലുകാരും കരകൗശല വിദ്യക്കാരും കച്ചവടത്തിനായി എന്ത് ചെയ്തു, രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലേക്ക് പോകുമായിരുന്നു. പക്ഷെ ഇതിനെ തുടർന്ന് ആ ഒരു പോകുന്നതിൽ എന്ത് ചെയ്തു, കുറവ് വന്ന് ഇത് കലകളുടെയും കൈത്തൊഴിലുകളുടെയും ഗ്രാമവൽക്കരണത്തെ നയിച്ചു. ജനങ്ങൾ എന്ത് ചെയ്തു, ഗ്രാമങ്ങളിൽ തന്നെ എന്ത് ചെയ്തു, ഒതുങ്ങിക്കൂടി അവിടത്തേക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം നിർമ്മിക്കാൻ തുടങ്ങി. ഇത് പല പ്രൗഢി നിറഞ്ഞ നഗരങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമായി. കൗസാംബി, ഹസ്തിനപുരം, അഹിസ്ത്രം, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയ പല നഗരങ്ങളുടെയും പ്രൗഢി നഷ്ടപ്പെട്ടു. 5-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നുമുള്ള സഞ്ചാരിയെന്ന് ഫാഹിയാന്റെ വിവരണങ്ങളിൽ വൻ നഗരങ്ങളായി വിശേഷിപ്പിച്ച പല നഗരങ്ങളും 7-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്ങിന്റെ വിവരങ്ങളിൽ ഗ്രാമങ്ങളെയാണ് വിവരിക്കുന്നത്. അപ്പോൾ ആ നഗരങ്ങൾ മാറി പിന്നെ എന്തായിട്ട് മാറി, ഗ്രാമങ്ങളെയാണ് പിന്നീടുള്ള സഞ്ചാരികൾ വിവരിച്ചത്. അക്കാലത്തുണ്ടായ നഗരങ്ങളുടെ തകർച്ചയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വിവരണം സൂചിപ്പിക്കുന്നത്. ഗുപ്തന്മാരുടെ കാലത്ത് രൂപം കൊണ്ട വിവിധ തൊഴിൽക്കൂട്ടങ്ങളെ ശ്രേണികൾ എന്നാണ് വിളിച്ചിരുന്നത്. പുതിയ തൊഴിൽക്കൂട്ടങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും കടന്നുവരവ് നിരവധി ഉപവിഭാഗങ്ങൾ രൂപീകരണത്തിന് കാരണം പുതിയ പുതിയ വിഭാഗങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. നിലനിന്നിരുന്ന വർണ്ണവ്യവസ്ഥയ്ക്ക് പുതുതായി ഉയർന്നു വന്ന തൊഴിൽക്കൂട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ പൊതുവെ ഒരു വർണ്ണവ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിന് പുറമെ പുതിയ വിഭാഗങ്ങൾ വന്നപ്പോഴേക്കും അതില് അവരെ കൊണ്ടുവരാൻ പറ്റാതെ ഈ സാഹചര്യത്തിൽ ഓരോ തൊഴിൽക്കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായി വന്ന ഓരോ തൊഴിൽക്കൂട്ടങ്ങളായിക്കോട്ടെ പുതിയ വിഭാഗങ്ങൾ പുതിയ ജാതികളും ഉപജാതികളുമായി എന്ത് ചെയ്തു തീർന്നു. വ്യത്യസ്ത തൊഴിൽക്കൂട്ടങ്ങൾക്ക് പുറമെ അന്യദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ, വനങ്ങളിൽ വസിച്ചിരുന്നവർ, നിഷാദർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തിലൂടെ ജനിക്കുന്നവർ എന്നിവരെല്ലാം പുതിയ പുതിയ ജാതികളായി തീർന്നു. അങ്ങനെ ജാതി വ്യവസ്ഥ കൂടുതൽ സംഖ്യ പുതിയ ജാതികൾ ഉയർന്നു വന്നു. പുതിയ തൊഴിൽക്കൂട്ടങ്ങൾ, പുതിയ വിഭാഗങ്ങൾ വന്നപ്പോൾ പുതിയ ജാതികളും വരാനായിട്ട് ആരംഭിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള ജാതി വ്യവസ്ഥകൾ വന്നിട്ടും സമൂഹത്തിൽ ബ്രാഹ്മൺ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവർക്ക് ഉണ്ടായിരുന്ന സ്ഥാനങ്ങളിൽ മാറ്റം വന്നില്ല. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയെ ഹുയാൻ സാങ് ശൂദ്രരെ കൃഷിക്കാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ചാതുർ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്ന, അതായത് ഇതിൽ പോലും ഉൾപ്പെടാത്ത, വർണ്ണവ്യവസ്ഥയെ പോലും ഉൾപ്പെടാത്ത ഒരു കൂട്ടരായിരുന്നു അന്ത്യജർ. ഇവരെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കി. അന്ത്യജരിൽ ഏറ്റവും താഴെയായി അതിലും അന്ത്യജർ വിഭാഗത്തിൽ പോലും ഏറ്റവും താഴെയായി കണക്കാക്കപ്പെട്ടവ 2 വിഭാഗങ്ങളായിരുന്നു ചണ്ടാലരും ചർമ്മക്കാരർ. ചണ്ടാലർ എന്ന് പറയുന്നത് ശ്മശാന പാലകരും ചർമ്മക്കാർ എന്ന് പറയുന്നത് തോൽ ഊറിയെടുക്കുന്ന വിഭാഗങ്ങളുമായിരുന്നു. ഇനി എന്താണ് അനുലോമ പ്രതിലോമ വിവാഹങ്ങൾ? വിവിധ ജാതികളിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്ന ജാതിയെ കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹം അനുലോമ വിവാഹം എന്നറിയപ്പെടുന്നു. ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും തമ്മിൽ വിവാഹം പ്രതിലോമ വിവാഹം എന്ന് അറിയപ്പെടുന്നു. വകാടക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെ പോലെ ചില രാജ്ഞിമാർക്ക് ബഹുമാനം കിട്ടിയിരുന്നെങ്കിലും പൊതുവെ സ്ത്രീകളുടെ നില വളരെ താഴ്ന്നതായിരുന്നു. രാജ്ഞി മുതൽ താഴോട്ട് എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷന്മാർക്ക് വിധേയരായിരിക്കണമെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഉന്നത വിഭാഗങ്ങളിലെ സ്ത്രീക്ക് പോലും പൊതുവെ സമൂഹത്ത് ഉയർന്ന പദവിയോ പരിഗണനയോ ലഭിച്ചിരുന്നില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമി ദാനം ചെയ്യപ്പെട്ടതായി തെളിയില്ല. അപ്പൊ സ്ത്രീകളുടെ അവസ്ഥയും എന്തായിരുന്നു, വളരെ ഇച്ചിരി മോശമായിരുന്നു ഈ ഒരു കാലഘട്ടത്തെ.
ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനയിൽ നിന്നുമുള്ള ബുദ്ധസഞ്ചാരിയായ ഫാഹിയൻ ചണ്ടാലന്മാരെ കുറിച്ച് പറയുന്നതാണ് ഈ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ അഭിപ്രായം അനുസരിച്ച് നഗരത്തിലോ കമ്പോളത്തിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാലർ ഒരു മരപ്പലകയിൽ എന്ത് ചെയ്ത് അടിച്ച് ശബ്ദമുണ്ടാക്കും. ഇത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇങ്ങനെ ചണ്ടാലർ വരുന്നുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി മേൽജാതിക്കാർ മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇവർ എന്ത് ചെയ്ത് അങ്ങനെ ചെയ്തിരുന്നത്. അതായത് അത്രത്തോളം സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരായിരുന്നു ഈ ചണ്ടാലർ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും, ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.